യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെ സുധാകരൻ പറഞ്ഞത് പോലീസിനെ നേരിടുന്നതാണ്, സമരരംഗത്തല്ല എവിടെയായാലും. ഇതാ മറ്റോ ഡിവൈഎഫ്ഐക്കാരാണ് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങളുടെ മാധ്യമങ്ങൾ എന്തായിരുന്നു ഇന്നത്തെ വാർത്തയായിട്ട് വരിക? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരോ ആരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ ചർച്ച, ഇന്നലത്തെ ചർച്ച? എന്തേ നിങ്ങൾ ചർച്ച നടത്താൻ പറ്റാത്തത്? പോലീസിനെ ആക്രമിക്കും, നാട്ടിലായാലും ആക്രമിക്കും എന്ന് പറയുന്ന ഭരണഘടനാ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ആഹ്വാനത്തെയും നിലപാടിനെയും നിങ്ങൾക്ക് എതിർക്കാൻ എന്തേ പറ്റാതിരിക്കുന്നത്? ഇന്നും പറഞ്ഞിരിക്കുകയാണ്, അടിക്കുക, പോലീസിനോട് പറയുകയാണ്. അക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള രീതിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രീയം മാത്രമല്ല, അക്രമ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. പിന്നെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചില പത്രങ്ങൾ വണ്ടക്ക തലക്കെട്ടിലാണ് സമ്മേളനത്തെപ്പറ്റി എഴുതാൻ തുടങ്ങി. മുമ്പൊന്നും ബ്രാഞ്ച് സമ്മേളനത്തെപ്പറ്റി ആർക്കും അറിയുന്നില്ല. ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞാലാണ് ബ്രാഞ്ച് സമ്മേളനം കഴിയുക. ഇത് 38,000-ലധികം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ കേരളത്തിൽ നടക്കുകയാണ്. ഈ ഒരു മാസക്കാലം കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ 38,000 ബ്രാഞ്ച് സമ്മേളനത്തിലധികം നടക്കണം, ഓരോ ബ്രാഞ്ച് സമ്മേളനവും. അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും അവിടെ ഇവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ബ്രാഞ്ച് സമ്മേളനം മുഴുവൻ വമ്പിച്ച രീതിയിലുള്ള കുഴപ്പമാണെന്ന് വരുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. അഞ്ചാം പടി ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അഞ്ചാം പടി ആയതുകൊണ്ട് എന്താ, എൻ്റെ നാടാണെന്നുള്ളതുകൊണ്ട് മാത്രം ഞാനെന്ത് പറയാതിരിക്കണം? ഏതെങ്കിലും സമ്മേളനങ്ങളൊക്കെ ചിലപ്പോൾ അവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൊണ്ട് നിർത്തിവെച്ചിട്ടുണ്ടാവും. അങ്ങനെ നിർത്തിവെക്കാൻ പാടില്ല എന്നൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അതാ പറയണ്ടേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു അജണ്ട കൈകാര്യം ചെയ്യാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ തന്നെ സമ്മേളനം അലങ്കോലമാകുന്നു. സമ്മേളനം അലങ്കോലാവില്ല, സമ്മേളനം നിർത്തിവെച്ചിരിക്കുന്നു. സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രക്രിയ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആയിട്ടില്ല, ബ്രാഞ്ച് സമ്മേളനം ഇനി ഒരു മാസമുണ്ട് എല്ലാം കൂടി ചേർന്ന് പൂർത്തിയാവാൻ. കാരണം ഇതൊക്കെ സാധാരണ രീതിയിലുള്ളൊരു ഒപ്പിച്ചു പോകുന്ന സമ്മേളനമല്ല. ഇപ്പോൾ ചില പത്രങ്ങൾ ഇപ്പോഴങ്ങനെ എഴുതിയിട്ടുള്ളത് ആളെ കിട്ടാനില്ല സമ്മേളനത്തിലൊന്നും. സമ്മേളനത്തിൽ ബ്രാഞ്ച് സമ്മേളനത്തിലൊക്കെ ഏതാണ്ട് 100% അറ്റൻഡൻസാണ്. അല്ലാണ്ട് ആളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് സമ്മേളനം നടത്തണമെന്നല്ല സമ്മേളനത്തിന്റെ രീതി. പങ്കെടുക്കേണ്ടുന്ന അത്യപൂർവം എന്ന് പറഞ്ഞാൽ അസുഖമോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ മരണമോ ഉള്ളതൊഴിച്ച് ബാക്കി 100% അറ്റൻഡൻസോടുകൂടിയാണ് സമ്മേളനം നടത്തുക. ബ്രാഞ്ച് സമ്മേളനം വരെ. ലോക്കൽ സമ്മേളനമൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള പ്രതിനിധികളാണല്ലോ വരിക. അവിടെ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനത്തിലാണ് മുഴുവൻ മെമ്പർമാരും പങ്കെടുക്കുന്നത്. ബാക്കിയെല്ലാം ബ്രാഞ്ച് സമ്മേളനം തീരുമാനിക്കുന്നതാണ് ലോക്കൽ സമ്മേളന പ്രതിനിധി, ലോക്കൽ സമ്മേളനം തീരുമാനിക്കുന്നതാണ് ഏരിയ സമ്മേളന പ്രതിനിധി. അപ്പോൾ അവിടെയൊന്നും നിങ്ങൾക്ക് പറയാൻ ചാൻസ് ഇല്ല അവിടെ ആളുണ്ടായിരുന്നില്ല, കോട്ട പൂർത്തിയായി. എന്ത് കോട്ട? ഞങ്ങൾ ഈ പാർട്ടി മെമ്പർഷിപ്പ് മുഴുവൻ ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു മാസം കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. വളരെ ഗൗരവത്തോടുകൂടി തന്നെ സമ്മേളനം നടത്തുകയും ചെയ്യും. ചിലർ പറഞ്ഞത് രാത്രി വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു മുമ്പെല്ലാമുള്ള അനുഭവം. ഇപ്പോഴും രാത്രി വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനമുണ്ട്, പകല് പൂർത്തിയാക്കുന്ന സമ്മേളനങ്ങളുണ്ട്. അതിന്റെ നമ്പറും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടായിരിക്കും അതിന് ദൈർഘ്യം, അതുപോലെ ചർച്ച നടന്നത് ഉൾപ്പെടെ വെച്ചുകൊണ്ടായിരിക്കും അതിന് ദൈർഘ്യം എന്നുള്ളത്. അതുകൊണ്ട് സമ്മേളനത്തെ ആക്രമിക്കാൻ വേണ്ടി സംഘടനാപരമായ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അതിശക്തിയായ രീതിയിലുള്ള എഴുത്ത്. ഞാൻ പത്രത്തിന്റെ പേരൊന്നും പറയുന്നില്ല, എപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പേരെല്ലാം. അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല. അവരുടെ എല്ലാം പേര് പറയാൻ തന്നെ അവരെത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നിലപാടുകളിലാണ്.